നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് ട്രേഡ് യൂണിയനുകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനവും സാംസ്കാരിക ഘോഷയാത്രയും വർണ്ണാഭമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ടി.ഡി. സുഭാഷാണ് പ്രസിഡന്റ്. സെക്രട്ടറിയായി സി.ജി. ജോസിനെയും ട്രഷററായി ബിജുകുമാറിനെയും തെരഞ്ഞെടുത്തു. രാജ്യത്ത് ഇനി മുതൽ എല്ലാ സർക്കാർ പരിപാടികളിലും എല്ലാ സ്കൂളുകളിലും ദേശീയഗാനത്തിനു മുൻപ് ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദേവസ്വം ഭരണസമിതിക്ക് ധാർഷ്ട്യമെന്ന ആക്ഷേപം. ഓഫ് സീസണിലും ടിക്കറ്റിന് ഉയർന്ന നിരക്ക് ഈടാക്കി വിമാന കമ്പനികൾ. പ്രവാസികൾക്ക് യാത്രാ ദുരിതമേറുന്നു. ഇടപെടാതെ അധികൃതർ. LDF സർക്കാർ PSCയെ നോക്കുകുത്തിയാക്കിയെന്നാരോപിച്ച് PSC ജില്ലാ ഓഫീസിലേക്ക് റീത്തുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കോപ്പറേറ്റീവ് കോളേജിന് സമീപം റോഡരികിൽ കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. റോഡരികിൽ നിർത്തിയിട്ട കാറിന്റെ ഏതാനും ഭാഗങ്ങൾ ഉരുകി. വേലൂർ വെങ്ങിലശ്ശേരിയിൽ അടിക്കാടിന് തീപിടിച്ചു. 9ാം വാർഡ് അംഗം ബദുൽ സൈമണിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തീയണച്ചു. സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം സമാപിച്ചു. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഏകാദശി വെള്ളിയാഴ്ച ആഘോഷിക്കും. നാളെ ക്ഷേത്രത്തിൽ ദശമി വിളക്ക് ആഘോഷിക്കും. ആറാട്ടുപുഴ പൂരത്തിന്റെ പത്രിക പ്രകാശനം ചെയ്തു. കെ രാമചന്ദ്രൻ MLA കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയന് നൽകി പ്രകാശനം നിർവഹിച്ചു. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന K കരുണാകരൻ റോഡ് തകർന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പോർക്കുളം പഞ്ചായത്തിൽ പെട്ട ഭാഗമാണ് ടാറിംഗ് നടത്താത്തത്. മാധ്യമപ്രവർത്തകൻ V കരുണാകരൻ നമ്പ്യാരുടെ 45ാം ചരമവാർഷിക ദിനത്തിൽ തൃശൂർ സഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രം മഹാശിവരാത്രി ആഘോഷത്തിനായി ഒരുങ്ങി. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സമൂഹാഭിഷേകം നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. ലീഗ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുകുട്ടി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്മൃതിയുടെ സാമ്പത്തിക സഹായത്തോടെ ക്ലാസ് മുറികളിൽ അനൗൺസ്മെന്റ് സംവിധാനം സ്ഥാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഗുരുവായൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ 77ാമത് വാർഷികം സ്കൂൾ മാനേജർ ഫാദർ തോമസ് വെള്ളക്കനാടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി സ്റ്റാർ സ്വർണ്ണക്കൂടാരം പദ്ധതിയുടെയും വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുണ്ടന്നൂരിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി കുടുംബ സംഗമം കച്ചേരിപ്പടിയിൽ നടന്നു. DG ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്ക് ധനസഹായം നൽകി. ബാങ്ക് പ്രസിഡന്റ് KM സലീം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലത ദേവദാസിന് തുക കൈമാറി. കട്ടിലപ്പൂവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ വിഭവങ്ങളുടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു.
കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. മതിലകം കിഴക്കുംപുറത്ത് സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്ന ആവശ്യം. CPM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയപാതാ നിർമ്മാണം തടസ്സപ്പെടുത്തി. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രിക്ക് സമൂഹ ലളിത സഹസ്രനാമ അർച്ചന നടത്തും. ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി വിഷ്ണു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വത്തിൽ പ്രാണശക്തി പൂജ നടക്കും. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ദേശീയ സെമിനാർ ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സെമിനാർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കേരള കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ സീനിയർ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 15, 16 തീയതികളിൽ തൃശൂരിൽ നടക്കും. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി വെങ്കിടങ് BSNL ഓഫീസിന് മുന്നിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം KS പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം വയലാർ വാടയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ പൊങ്കാല മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി നടുമുറി ബാബു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എടത്തുരുത്തി വെസ്റ്റ് SNVLP സ്കൂളിന്റെ 99ാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം ഈ മാസം 13, 14 തീയതികളിലായി വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ നടക്കും. 600-ൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പാവറട്ടിയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി മഹിളാ സംഗമം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ശനിയാഴ്ച തൃശൂരിൽ വിതരണം ചെയ്യും. തൊഴിലാളികൾക്കുള്ള പാരിതോഷിക വിതരണവും ഇതോടൊപ്പം നടക്കും. ചാവക്കാട് MCBSU കെയർ അസീസി ഭവൻ ആശീർവാദവും ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിക്കും. TMA വിമൻ ഇൻ ബിസിനസ് കോൺക്ലേവ് ഈ മാസം 17-ന് തൃശൂരിൽ നടക്കും. പ്രശസ്തരും വിദഗ്ധരുമായ വനിതകൾ വിവിധ മേഖലകളിൽ അവർക്കുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ആറാട്ടുപുഴ മന്ദാരം കടവ് ശിവരാത്രി ആഘോഷത്തിനോടനുബന്ധിച്ച് നൽകി വരുന്ന ഈ വർഷത്തെ ശിവരാത്രി പുരസ്കാരം ശ്രീകൃഷ്ണ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ VP കണ്ണന് സമ്മാനിക്കും. ക്യാഷ് അവാർഡും കീർത്തിമുദ്രയും പ്രശസ്തി പത്രവും പൊന്നാടയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച അഗ്നിദാനവും പ്രത്യക്ഷ ശ്രീചക്ര പൂജയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൃഷികേശൻ സോമയാജിപ്പാട്, ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി തുടങ്ങിയവരുടെ നേതൃത്വം നൽകും. തിപ്പിലശ്ശേരി ചിറമനേങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ AC മൊയ്തീൻ MLAയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. പള്ളിക്കുളം മേഖല UDF കമ്മിറ്റി നടത്തുന്ന 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഉപവാസ സമരം DCC ജനറൽ സെക്രട്ടറി K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വിഭിത് ചാരിറ്റബിൾ ട്രസ്റ്റും കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ചിറമനേങ്ങാട് കാരുണ്യ സ്പർശം സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.